കാണുന്ന മലേൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്നൊരു കടപ്പുറത്തേക്ക് എത്തിക്കുന്നത്. അസാധ്യമായ വെള്ളം, എന്ത് ഭംഗിയാണ് നോക്കി, അടിപൊളി വെള്ളമാണ്. നമ്മുടെ നാട്ടിലെ കടലിൻ്റെ വെള്ളം പോലെ കേട്ടോ, വളരെ നല്ല എന്തൊക്കെ പറയാം, ഒരു പച്ച കളർ വെള്ളം. പക്ഷെ വന്ന വഴിയാണ് ഒരു രക്ഷയില്ലാത്തത്. ആ ടോപ്പ് നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. നല്ല വൃത്തിയുള്ള കടലേനെ കൊണ്ട് കുളിക്കാൻ പറ്റും എന്നല്ലേ, അടിപൊളിയാ. നല്ല പക്ഷെ തൊള്ളയിൽ വെള്ളം മുട്ടിഞ്ഞ ഉപ്പ് കൊണ്ടാണ് അങ്ങനെ, പക്ഷേ രസമാണ്. അപ്പോൾ അതെ നമ്മൾ ഈ കാണുന്ന കടലിൽ കുളിക്കാൻ പോവാണ്. അടിപൊളി കടലാട്ടോ, ഞാൻ പ്രാവശ്യം ചാടിയിട്ടാണ് വരുന്നത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഇതിനകത്ത് ഇങ്ങനത്തെ കല്ലില്ലേ, ഇങ്ങനത്തെ കല്ലിഷ്ടം മാതിരി കടലിൽ കാല് ചവിട്ടുമ്പോൾ നല്ല വേദന. വെള്ളത്തിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഓ മഷാദാ മഷാദാ മഷാദാ, നല്ല തണുപ്പാണ്, നല്ല വൃത്തിയുള്ള വെള്ളം. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ആ സ്ഥലം കണ്ടങ്ങൾ, അവിടെ നമുക്ക് വിശാലമായി ഇരിക്കാൻ പറ്റിയ സ്പേസ്. ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ആ സ്ഥലം കൂടെ ഞാൻ കാണിച്ചത്. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെക്കൊണ്ട് എനിക്ക് നല്ല അടിപൊളിയാണ്. കാരണം എന്താ പറയാ, ഇതുവഴി കയറി പോവുക കണ്ടോ. ഒരു പാറക്കെട്ട് തുറന്ന് വെച്ച പോലെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അസാധ്യ വ്യൂ ആ കടലിൻ്റെ. രസമാണ്. എന്തായാലും ഇന്നത്തെ ഈ ട്രിപ്പ് മുതലായിട്ടുണ്ട്. ഇന്ന് അമ്മാൻ്റെ കൂടെ പെരുന്നാളല്ലേ, അപ്പോൾ ഞങ്ങൾക്കൊക്കെ ലീവ് ആയതിനെ കൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പൊതുക്കെ ഈ ഫോണും പിടിച്ച് നിൽക്കുന്നത് എന്താ വെച്ചെങ്കിൽ അതിനകത്ത് ഒരു വെള്ളം പൊന്തി വന്നത് വെള്ളം കാണാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ ഈ ഫോൺ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ എക്സിറ്റ് കാണിച്ചുതരാം. ഞാനും കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. മോളെ ഒന്ന് മാറിക്കോ മോളെ. ചതിച്ചതാ, നേരത്തെ ഞാൻ കുറേ നേരം ഇതും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇപ്പൊ കിട്ടുന്നതായിട്ട് വന്നണ. ഓ മാഷാ അല്ലാഹ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓ സെറ്റ് സെറ്റ് സെറ്റ്.